അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മള് 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 1ാമത്തെ ഭാഗത്തിലെ 6ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത് കേട്ടോ. നുഇദ്ദു അസ്ഇലത്തൽ ലിൽ അജ്വബത്തിൽ ആതിയ. താഴെ കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചോദ്യം തയ്യാറാക്കണം. നമുക്ക് നോക്കിയാലോ. 1. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾക്ക് 2 ഉദാഹരണം എഴുതുക. ജുമുഅ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം. 2. ശേഷം കുളി സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. മയ്യത്തിനെ കുളിപ്പിക്കുക. 3. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. മതപരമായ അറിവ് പഠിക്കുക. 4. ശേഷം വുളൂ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. നഖം മുറിക്കുക. 5. സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം? സുന്നത്തായ ശുദ്ധീകരണം 4 വിധമാണ്. ശുദ്ധീകരണം എത്ര വിധമുണ്ട്? ശുദ്ധീകരണം 2 വിധമുണ്ട്. പിന്നെ 7. ശുദ്ധീകരണത്തിന്റെ 2 ഗുണങ്ങൾ എഴുതുക. ശുദ്ധീകരണം ഉന്മേഷം ഉണ്ടാക്കും, അലസത അകറ്റും. 8. ശുദ്ധീകരണം 2 വിധമുണ്ട്. ഏതെല്ലാം? ഫർളും സുന്നത്തും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എഴുതണം. അതെങ്ങനെ എഴുതുക? ഈയിടെ ഞാൻ ബ്ലാക്കിലാക്കിയിരിക്കണ്, അത് റെഡില്ല. നിങ്ങളെ പുസ്തകത്തിലൊക്കെ റെഡ് ഉള്ളവർക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വൃത്തിയിൽ ദേവര് നോക്കിയിട്ട് ഇതുപോലെ എന്നിട്ട് ആ പുസ്തകം നോക്കിയിട്ട് എഴുതിയാൽ മതി. ഞാനിവിടെ വെറുതെ ഒഴിവാക്കണ്ടെന്ന് കരുതി എഴുതിയതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പുസ്തകത്തിലുള്ളത് പോലെ എന്നിട്ട് എഴുതണം. തെറ്റില്ലാണ്ട് വൃത്തിയിൽ അതേ വലുപ്പത്തിലൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി നസിലു ചേരുംപടി ചേർക്കാനാണ്. അവിടെ ഞാൻ ചേരുംപടി ചേർത്തിക്കുന്നത് കളറും കൊണ്ടാണ്. ഇത് 1ാമത്തെ മുമ്പ് സുന്നത്തുള്ള കാര്യം, അത് ബ്ലാക്ക് കളറല്ലേ. അതേപോലെ ചേർന്നത് ഖുർആൻ ഓതുക. ഈ ബ്ലാക്ക്, ഈ ബ്ലാക്ക്. പിന്നെ മുമ്പ് കുളി സുന്നത്തുള്ള കാര്യം, അത് നേരെയുള്ള തന്നെ. മസ്ജിദിൽ പ്രവേശിക്കുക, ആ കളർ നോക്കിയാൽ മതി. വുളൂ, ശേഷം വുളൂ സുന്നത്തുള്ള കാര്യം, നഖം മുറിക്കുക. പിന്നെ ശേഷം കുളി സുന്നത്തുള്ള കാര്യം, മയ്യത്ത് കുളിപ്പിക്കുക. അപ്പൊ ഞാനിവിടെ വരച്ചേക്കല്ല, ഇന്നെങ്ങനെ വരക്കാനൊക്കെ പറ്റും, പക്ഷെ ഞാനിവിടെ കളറും കൊണ്ടാണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കും. പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു അസൈൻമെന്റ് തയ്യാറാക്കാനാണ്. അത് നിങ്ങൾ സുന്നത്തായ വുളൂ, സുന്നത്തായ കുളി, ഇവയുടെ ഓരോ ചാർട്ടുകളൊക്കെ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അതൊക്കെ പാഠഭാഗത്ത് ഉണ്ട്, നോക്കിയിട്ട് മനോഹരമായി ചെയ്യുക. അള്ളാഹു ഫദ്ൽ ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങൾ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നീ പരിപൂർണമായി മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാഹ്. കടങ്ങളൊക്കെ വെട്ടിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഇഷ്ടപ്പെട്ടവർ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്.